ഞാൻ 2020 സെപ്റ്റംബറിൽ സെഡിഷൻ, അതായത് കേരളത്തെ ഇന്ത്യയിൽ നിന്നും സെപ്പറേറ്റ് ചെയ്യാനുള്ള നടപടികൾ 10-25 വർഷമായിട്ട് നടക്കുന്നുണ്ട്. അത് വേറൊരു ലെവലിലേക്ക് മാറിയിരിക്കുന്നു എന്ന് കേന്ദ്രത്തിന് പരാതി കൊടുത്തിരുന്നു. അത് അവർ പരിഗണിക്കുകയും 2 പ്രാവശ്യം മൊഴിയെടുക്കുകയും അന്വേഷണം നടത്തുകയും ചെയ്തുകൊണ്ടിരിക്കുന്നുമുണ്ട്. അതിലെ പല കുറ്റവാളികളെയും ഐഡന്റിഫൈ ചെയ്തിട്ടുണ്ട്. പക്ഷെ പലരും ഇന്ത്യക്ക് പുറത്തായതുകൊണ്ട് പിടിക്കാൻ പറ്റിയിട്ടില്ലെന്നുള്ളതേ ഉള്ളൂ. അപ്പൊ ഈ പറഞ്ഞ കേസുകളെയെല്ലാം കൃത്യമായി ഗവൺമെന്റ് ഐഡന്റിഫൈ ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇവിടെ ക്യാമ്പ് കൊണ്ടുവരുന്നതിന്റെ അർത്ഥം കേരളത്തെ ഇന്ത്യയിൽ നിന്നും സെപ്പറേറ്റ് ചെയ്യാനുള്ള ഒരു പ്രോജക്റ്റ് ബാക്ക്ഗ്രൗണ്ടിൽ റൺ ചെയ്യുന്നുണ്ടെന്നുള്ള കൃത്യമായ ഉറപ്പ് കേന്ദ്രത്തിനുള്ളത് കൊണ്ട് തന്നെയാണ്. അത് ഭീകരവാദത്തിൽ കൂടെ ആയിരിക്കും. ആദ്യം ഒരു ചുവന്ന രാജ്യം, പിന്നെ കുറെ കഴിഞ്ഞു കഴിയുമ്പം പിന്നെ അത് പച്ചയായിട്ട് മാറുന്നു. ഇതാണ് അതിന്റെ തീം. അപ്പൊ ആദ്യം അങ്ങനെ ഒന്നുമില്ല, എല്ലാവരും കൂടെ ചേർന്ന് ഇത് കേരളമാണെന്ന് ഡെയിലി പറഞ്ഞുകൊണ്ടിരിക്കുന്ന കുറെ ആൾക്കാരുണ്ട്. ബാക്കി 27 സംസ്ഥാനക്കാരും അത് പറയുന്നില്ല. ഇത് മഹാരാഷ്ട്രയാണ്, ഇത് ഒറീസയാണ്, ഇത് മധ്യപ്രദേശാണ് എന്നൊന്നും ആരും പറയുന്നില്ല. ഈ കേരളത്തിലുള്ളവർ മാത്രമേ ഉള്ളൂ ഇത് കേരളമാണ്. അതായത് ഇന്ത്യയിൽ നിന്നും വേറിട്ട് കേരളത്തെ അവതരിപ്പിക്കാനുള്ള ശ്രമം പല കാലഘട്ടങ്ങളിലും നടന്നിട്ടുണ്ട്. 2016 കേരളത്തിൽ അധികാരത്തിൽ വന്ന ഗവൺമെന്റ്, അതായത് ഇപ്പോഴത്തെ LDF ഗവൺമെന്റ് അധികാരത്തിൽ വന്നതിന് ശേഷം സെഡിഷന് ഒരു ഗതിവേഗം കൂടി. ഏകദേശം 180 രാജ്യങ്ങളിൽ കേരളത്തിന്റെ ഷാഡോ എംബസി, ലോക കേരള സഭ, കേരളത്തിന്റെ അംബാസഡർ, പിന്നെ ഈ കോവിഡ് കാലത്ത് കേരളത്തിന്റെ അതിർത്തികൾ ഒരു പ്രത്യേക രീതിയിൽ, ഇപ്പൊ കർണാടകത്തിൽ നിന്നോ തമിഴ്നാട്ടിലോ ജീവിക്കുന്ന ഒരു മലയാളിക്ക് കേരളത്തിലോട്ട് കടക്കാൻ മേലാത്ത രീതിയിലുള്ള ചില സംവിധാനങ്ങൾ, വിസയും പാസ്പോർട്ടും പോലെയുള്ള സംവിധാനങ്ങൾ പല രാജ്യങ്ങളും, അതായത് വിദേശ രാജ്യങ്ങളിൽ, ഗൾഫിലും മറ്റു പല രാജ്യങ്ങളിലും താമസിക്കുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെയും കോൺഗ്രസിന്റെയും ജിഹാദിയുടെയും ഒക്കെ അനുയായികൾ അടുത്ത പ്രാവശ്യം നമ്മൾ പോയിട്ട് വരുമ്പം ഇന്ത്യൻ പാസ്പോർട്ട് ഇല്ലാതെ കേരളത്തിന്റെ പാസ്പോർട്ടിൽ തന്നെ വരാൻ പറ്റുമോ എന്നൊക്കെ ചോദിക്കുന്ന അവസ്ഥയിലോട്ട് കാര്യങ്ങൾ മാറിയായിരുന്നു ഒരു 2018 ആയപ്പോഴത്തേക്കും. അപ്പൊ അതിന് ആ ആഗ്രഹങ്ങൾക്കെല്ലാം ഒരു ഫുൾ സ്റ്റോപ്പ് ഇടാൻ വേണ്ടിയാണ് NSD വന്നിരിക്കുന്നത്. അല്ലാണ്ട് ഇവിടെ കഥകളി കാണാൻ വന്നൊന്നുമല്ല. അത് വളരെ കൃത്യമായിട്ട്. ഇനി ഇതിനും പുറമെ ഒരെണ്ണം കൂടെ വരുന്നുണ്ട്. ഇപ്പൊ അഗ്നിവീർ എന്നും പറഞ്ഞൊരു പരിപാടിയുണ്ട്. അതിൽ 10-25 പേര് അബ്സോർബ്ഡ് ആവും. ബാക്കിയുള്ളവരെ എല്ലാ ബൂത്ത് ലെവലിലും വില്ലേജ് ലെവലിലും വരും. കാരണം കേരളത്തിലെ ദുഷ്ടശക്തികൾ പ്ലാൻ ചെയ്തത് അവല് മലര് കുന്തിരിക്കം പരിപാടി തന്നെയാണ്. 1921 വാര്യംകുന്നൻ ചെയ്ത പോലെയുള്ള അവല് മലര് കുന്തിരിക്കം പരിപാടി തന്നെയാണ് കേരളത്തിലെ ഇടതു വലത് ജിഹാദി എക്കോസിസ്റ്റം പ്ലാൻ ചെയ്തത്. അതിന് ഇപ്പം 1-2 ജനം ടിവിയോ ജന്മഭൂമിയോ പോലെ 1-2 മീഡിയ ഒഴിച്ചുള്ള കേരളത്തിലെ മീഡിയകൾ കംപ്ലീറ്റ് JNUവിലെ ആസാദ് കേരളം വിളിച്ചപ്പോൾ സപ്പോർട്ട് ചെയ്തു. നിങ്ങൾക്കറിയാം, ഇവിടെയുള്ള എല്ലാ മീഡിയകളും JNUവിൽ 2015 കേരൾ മാംഗെ ആസാദി എന്ന് വിളിച്ചപ്പോഴാണ് പലർക്കും ഇതിന്റെ പുറത്തുള്ള ഈ കേരളത്തെ ഇന്ത്യയിൽ നിന്നും വേറിട്ട് കാണാനുള്ള പരിപാടിക്ക് ഒത്തിരി പേരുടെ പിന്തുണയുണ്ട്, ഒത്തിരി പേര് ഇതിന് പുറകിൽ പ്രവർത്തിക്കുന്നുണ്ട്. അതിൻ്റെ അകത്ത് ഇടതു വലത് മുന്നണികളുണ്ട്, കേരളത്തിലെ മീഡിയകളുണ്ട്, കേരളത്തിലെ പല നിഗൂഢ ശക്തികളുണ്ടെന്ന് മനസ്സിലായി. അതുപോലെ NRIs, ഇന്ത്യക്ക് പുറത്ത് താമസിക്കുന്ന ചില കുറുക്കന്മാരുണ്ട്. അപ്പൊ ഇവരെ എല്ലാം കേന്ദ്രം കൃത്യമായിട്ട് സ്കെച്ച് ചെയ്തിട്ടുണ്ട്. പിന്നെ നടപടി എന്തുകൊണ്ട് വരുന്നില്ല എന്ന് ചോദിച്ചാൽ പല തെളിവുകളും, കാരണം നടപടിയെടുത്ത് കോടതിയിൽ തെളിയിക്കാൻ ആവശ്യമായ തെളിവുകൾ അത് വേറെ ലെവലിൽ വേണം, അല്ലാതെ ഒരു ഇൻഫർമേഷൻ കിട്ടിയത് കൊണ്ട് മാത്രമില്ല എന്ന് കരുതി കേരളത്തിലെ ജനങ്ങൾക്ക് പ്രൊട്ടക്ഷൻ കൊടുക്കാനുള്ള ചുമതല കേന്ദ്ര ഗവൺമെന്റിനുണ്ട്. ലക്ഷദ്വീപിൽ ഇപ്പം നാവികതാവളവും വ്യോമതാവളവും വരുന്നുണ്ട്. അപ്പൊ അത് വന്നു കഴിഞ്ഞു ഓൾറെഡി. കേരളത്തിന്റെ അകത്തും പുറത്തും കേരളത്തിന്റെ അതിർത്തികളിലും സൈനിക സാന്നിധ്യം, അത് നേവിയുടെ ആണെങ്കിലും ആർമിയുടെ ആണെങ്കിലും എയർഫോഴ്സിന്റെ ആണെങ്കിലും യുദ്ധവിമാനങ്ങളുടെ ആണെങ്കിലും സാന്നിധ്യം കൃത്യമായിട്ട് വർദ്ധിപ്പിച്ചിട്ടുണ്ട്. കാരണം കേരളത്തിൽ അടിഞ്ഞുകൂടിയ മാലിന്യം, ഇന്ത്യ വിരുദ്ധ ഹിന്ദു വിരുദ്ധ മാലിന്യം ഒരു നടക്ക് പോകത്തില്ല എന്ന് കേന്ദ്ര ഗവൺമെന്റിന് കൃത്യമായിട്ട് അറിയാം. ഇത് ഒരു ഏറ്റുമുട്ടലിൽ കൂടിയേ പോകത്തുള്ളൂ. അപ്പൊ കേന്ദ്ര ഗവൺമെന്റിന് ജയിച്ചേ പറ്റത്തുള്ളൂ, ഇവിടുത്തെ ജനങ്ങളെ സംരക്ഷിച്ചേ പറ്റത്തുള്ളൂ. അതുകൊണ്ടാണ് ഈ NSD ഒക്കെ വരുന്നത്. അപ്പൊ ഈ NSD ഇവിടെ വന്നില്ലായിരുന്നുവെങ്കിൽ അവല് മലര് കുന്തിരിക്കുമൊക്കെ ഇതിനു മുമ്പിൽ തന്നെ നടപ്പിലാക്കിയാണ്. ഇവരെ സെപ്റ്റംബർ 22, 2022 അകത്തിട്ടിരിക്കുന്നതുകൊണ്ടാണ് അത് നടക്കാതെ പോയത്. ഇപ്പം ഇവർക്കൊക്കെ എപ്പോഴാണ് ജാമ്യം കിട്ടുന്നതെന്ന് പറയാൻ പറ്റത്തില്ല. കോടതികളൊക്കെ ഇവിടെ പലപ്പോഴും ഇങ്ങനെയുള്ള കേസുകളിൽ വീട്ടിൽ കല്യാണമുണ്ട്, മരിച്ചിടക്കുണ്ട് എന്നൊക്കെ പറഞ്ഞ് സൂത്രത്തിൽ ജാമ്യം കൊടുത്ത് വിടുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് ആ ഒരു ഇലക്ഷൻ പ്രചരണത്തിന് വരെ ഇപ്പൊ ജാമ്യം കിട്ടുമെന്നാ പറയുന്നത്. അപ്പൊ അതുകൊണ്ട് അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടായിക്കഴിഞ്ഞാൽ ബ്രിട്ടീഷുകാർ വരാൻ ലേറ്റായി. 1921 ഗൂർഖ സൈന്യമൊക്കെ വരാൻ ലേറ്റായി. ഇപ്രാവശ്യം അവിടെ ലേറ്റ് വരാൻ പാടില്ല. ഉടനടി തന്നെ, അതായത് ഇവിടെ എന്തെങ്കിലും അക്രമം തുടങ്ങിയാൽ പെട്ടെന്ന് തന്നെ തിരിച്ചടി കൊടുക്കാനുള്ള മറ്റേ നമ്മുടെ നേരത്തെ കേരളത്തിന്റെ പാർട്ടി ഓഫീസിൽ ബോംബ് ഉണ്ടാക്കുമെന്ന് പറഞ്ഞ ഒരു ആഭ്യന്തര വകുപ്പ് മന്ത്രി ഉണ്ടായിരുന്നു. അങ്ങേര് പറഞ്ഞു പാടത്ത് വർക്ക് വരമ്പത്ത് കൂലിയോ അങ്ങനെ എങ്ങാണ്ട്. അതുപോലെ പാടത്ത് ജോലി വരമ്പത്ത് കൂലി.
അതുപോലത്തെ ഒരു പരിപാടിക്ക് വേണ്ടി തന്നെയാണ് NST വന്നിരിക്കുന്നത്, അല്ലാതെ അവിടെ ഉണ്ടുറങ്ങി കഴിയാനല്ല. അപ്പൊ അതുകൊണ്ട് ഒരു കാര്യം, കേരളത്തിലുള്ള ഈ വിഘടനവാദികള്, തീവ്രവാദികള് കേരളത്തെ ഇന്ത്യയിൽ നിന്നും മാറ്റാം, ഭാരതമാതാവിന്റെ വലതുകാല് സൂത്രത്തിൽ വെട്ടാം, ഭാരതമാതാവിന്റെ സാരി വലിച്ചു പറിക്കാം എന്നൊക്കെ പ്ലാൻ ചെയ്യുന്ന ആൾക്കാര് നിർത്തിയാൽ അവർക്ക് കൊള്ളാം, അത്രേ ഉള്ളൂ. അല്ലാതെ കേന്ദ്ര ഗവൺമെന്റിനെ വിരട്ടാം, കേന്ദ്ര ഗവൺമെന്റിനെ ഭീഷണിപ്പെടുത്താം, അന്താരാഷ്ട്ര പ്രഷർ ഉണ്ടാക്കാം, ഇതൊന്നും നടക്കുകയല്ല. ഇനി ഞാൻ കൃത്യമായിട്ട് ഈ കാര്യത്തിൽ കേന്ദ്ര ഗവൺമെന്റിന് ഇവരുടെ പ്ലാനുകൾ ഈ 1999 കാലഘട്ടത്തിലാണ് ഈ കേരളത്തെ വിഘടിപ്പിക്കാനുള്ള കാര്യങ്ങൾ വളരെ സീരിയസ് ആയിട്ട് മുന്നോട്ട് നീങ്ങുന്നത്. അപ്പൊ അത് കഴിഞ്ഞിട്ട് 98-99 കാലഘട്ടത്തിലാണ് ഇത് മുന്നോട്ട് നീങ്ങുന്നത്. അതിനൊരു ഗതിവേഗം സംഭവിച്ചത് 2004-2014 UPA മാഫിയ കേന്ദ്രത്തിൽ അധികാരത്തിലിരുന്നപ്പം ഈ തീവ്രവാദ സംഘടനകളെയും വിഘടനവാദികളെയും കയറൂരി വിട്ടത് കാരണം, നക്സല്, ജിഹാദി അങ്ങനെയുള്ള എല്ലാ ടീമുകളെയും കയറൂരി വിട്ടത് കാരണം അവർക്കൊരു ഹോൾഡ് കേരളത്തിൽ ഉണ്ടാക്കാൻ പറ്റി, ഇൻഫ്ര ഉണ്ടാക്കാൻ പറ്റി, ആൾക്കാരെ റിക്രൂട്ട് ചെയ്യാനും റാഡിക്കലൈസ് ചെയ്യാനും പറ്റി. ഇതിനകത്ത് ഒരു കാര്യം മനസ്സിലാക്കുക, ഇത് ഏതെങ്കിലും ഒരു മതം മാത്രമല്ല ഇതിന്റെ അകത്ത് ഉൾപ്പെട്ടിട്ടുള്ളത്, ഏതെങ്കിലും ഒരു പാർട്ടി മാത്രമല്ല ഇതിന്റെ അകത്ത് ഉൾപ്പെട്ടിട്ടുള്ളത്. ഇന്ത്യ അലയൻസിലെ എല്ലാ ചെറുകക്ഷികളും എല്ലാ കമ്പോണൻസും ഈ വിഘടനവാദത്തിന്റെ പുറകിലുണ്ട്. സ്വതന്ത്രമായിട്ട് ഈ സ്റ്റേറ്റുകളെ എല്ലാം സ്വതന്ത്രമാക്കണമെന്ന് ആഗ്രഹിക്കുന്ന, ഇന്ത്യയെ വിഘടിപ്പിക്കണം, അതായത് കട്ട് ചെയ്ത് ബ്ലീഡ് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന എല്ലാ ടീമുകളും ഇതിൻ്റെ അകത്തുണ്ട്. അതുകൊണ്ട് കേന്ദ്രം എടുത്തിരിക്കുന്ന നടപടിയെ സ്വാഗതം ചെയ്യുന്നു. ഇത് ഒരിടത്ത് മാത്രമല്ല, എല്ലാ ജില്ലകളിലും ഇത് ആരംഭിക്കേണ്ടതാണ്. കാരണം അത് ആ നടപടി എടുത്തില്ലെങ്കിൽ, ഇവിടെ ഒരു കാര്യം കൂടെ പറയുകയാണ്, അതായത് അമ്പലനടയിൽ കെട്ടിത്തൂക്കും, കത്തിക്കും, പച്ചയ്ക്ക് കത്തിക്കും എന്നും പറഞ്ഞ് ലീഗുകാർ കാസർഗോഡ് ജാഥ നടത്തി. വല്ല നടപടി എടുത്തോ? ഒന്നും നടപടി എടുത്തില്ല. പക്ഷേ അതിന്റെ വിഷ്വൽസ് ഫേസ്ബുക്കിൽ ഷെയർ ചെയ്തവർക്കെതിരെ കേസെടുത്ത് കൃത്യമായിട്ട് കേരളത്തിൽ നടക്കുന്നുണ്ട്. കേന്ദ്രത്തിന് ഒരു സംശയവും കൂടി ഉണ്ട്. കാരണം കേരളത്തിൽ വിഘടനവാദം ഉണ്ടായാൽ ഈ SFIയിലും KSUവിലും ഈ UPA സംഘടനകളിലൊക്കെ പ്രവർത്തിച്ചവരാണ് നമ്മുടെ പോലീസുകാരായിട്ടിരിക്കുന്നത്. അവരിൽ എത്ര പേര് രാജ്യത്തിന്റെ കൂടെ നിൽക്കും എന്നുള്ള കാര്യത്തിലും ചിലപ്പോൾ ഒരു കുഞ്ഞു സംശയം കാണും. അതുകൊണ്ടും കൂടെ ആയിരിക്കും NST ഇത്രയും പെട്ടെന്ന് ഇങ്ങ് വന്നതെന്നാണ്. കേരളത്തിലെ ഫോഴ്സ് രാജ്യത്തിന്റെ കൂടെ നിൽക്കുമോ എന്നുള്ള കാര്യം പരിശോധിക്കേണ്ട ചുമതലയും കേന്ദ്ര ഗവൺമെന്റിനുണ്ടല്ലോ. അവർ ചിലപ്പോൾ അതും പരിശോധിച്ചിട്ട് കാണും. കാരണം ഇവിടെ ഇതുപോലെ വിഘടനവാദം തഴച്ചു വളരുന്നത് കേരളത്തിലെ പോലീസിന്റെ കഴിവുകേടോ പിന്തുണയോ കൊണ്ടാണ്. ഗവൺമെന്റിനെ മാത്രം കുറ്റം പറഞ്ഞുകൊണ്ട് കാര്യമില്ല. ഗവൺമെന്റിനെയും പ്രതിപക്ഷത്തിനെയും മീഡിയയും മാത്രമല്ല, ഈ തീവ്രവാദത്തിനെതിരെ നടപടി എടുക്കേണ്ടതിന് പകരം തീവ്രവാദം ഉണ്ടെന്ന് ചൂണ്ടിക്കാണിക്കുന്നവർക്കെതിരെയാണ് കേരള പോലീസ് കൂടുതൽ കേസെടുത്തിരിക്കുന്നത്. അപ്പൊ ഇതേപ്പറ്റി ഇങ്ങനെ ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ടതിന്റെ പേരിൽ കേസ് വന്ന ഒരാള് ഇതിന്റെ ഇൻസ്പെക്ടറോട് ചോദിച്ചു, എന്നാ സൈബർ ക്രൈം ഇൻസ്പെക്ടറോട് ചോദിച്ചും പറയാ, എന്റെ പൊന്നി ചേട്ടാ എനിക്കൊന്നും അറിയത്തില്ല, എനിക്ക് തിരുവനന്തപുരത്ത് നിന്ന് ഫോൺ വന്നു ചേട്ടന്റെ പേരിൽ കേസ് എടുക്കണമെന്ന്, അതുകൊണ്ട് ഞാൻ കേസെടുത്തു. ഒരു സർക്കിൾ പറഞ്ഞ മറുപടിയാണ്, ഓർത്തോണം. ഇതാണ്. പക്ഷേ എനിക്കെതിരെ ഒരു കേസുണ്ട് കേട്ടോ, അങ്കമാലി സ്ഫോടനവുമായിട്ട് ബന്ധപ്പെട്ട്. എന്തിനാ കേസെടുത്തത് എനിക്ക് ഇപ്പോഴും അറിയില്ല. താങ്കൾ പറഞ്ഞത് ശരിയാണ്. അപ്പൊ അവര് പറയുന്നത്, പോലീസുകാരോട് ചോദിക്കുമ്പോൾ പറഞ്ഞു, സാറേ ഞങ്ങൾ ജീവിക്കാൻ വേണ്ടി ജോലി ചെയ്യുന്നതാണ്, തിരുവനന്തപുരത്ത് നിന്ന് ഞങ്ങൾ കോൾ വരുന്നു, നിങ്ങൾക്കെതിരെ കേസെടുക്കണമെന്ന് പറഞ്ഞു, നിങ്ങൾ കോടതി വാദിച്ചോളുക, അല്ല ഫൈൻ അടച്ചോളുക. ഇതാണ് ഇവര്. നമുക്ക് കേരളത്തിൽ ഒരു ക്രമസമാധാന പ്രശ്നം ഉണ്ടായാൽ ഈ പോലീസ് നമുക്ക് പ്രൊട്ടക്ഷൻ തരുമോ? ഒന്നും തരത്തില്ല. മുങ്ങും. അതുകൊണ്ട് തന്നെയാണ് NST വന്നിരിക്കുന്നത്. കേരളത്തിലെ ഗവൺമെന്റിനെയോ ഇവിടുത്തെ പോലീസിനെയോ കേരളത്തിൽ ഇപ്പോൾ ഉള്ള സംവിധാനങ്ങളെ ഒന്നും കേന്ദ്ര ഗവൺമെന്റോ വിവരമുള്ള ആൾക്കാർ ആരും വിശ്വസിക്കുന്നില്ല. കാരണം അവര് ഈ വിഘടനവാദികൾ നടത്തുന്ന ആക്രമണത്തിൽ ഒന്നുകിൽ ന്യൂട്രൽ അടിക്കും, അല്ലെ കൂടെ കൂടും. അതുകൊണ്ട് തന്നെയാണ് ഇത് വന്നിരിക്കുന്നത്. ഇനി കൂടുതൽ സൈന്യങ്ങളും കൂടുതൽ ആൾക്കാരും ഇനിയും എത്തിച്ചേരും ഉടനെ തന്നെ. അതിനുവേണ്ടി കേന്ദ്രത്തിനോട് ആവശ്യപ്പെടുന്നു. കാരണം കേന്ദ്രം അത് ചെയ്യുമെന്ന് വിശ്വസിക്കുകയും ചെയ്യുന്നു.